സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയെ വരുണിൻ്റെ കൂടെ പൂർണ്ണ മനസ്സോടെ പറഞ്ഞുവിടാനായിട്ട് ഒരുങ്ങുമായിരുന്നു യശോദ. ഈ കാഴ്ച കൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയും ദേവനാരായണൻ്റെ പേര് പറഞ്ഞ് രാധികയുടെ മനസ്സ് തകർക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ താനിപ്പോൾ വരുണിൻ്റെ കൂടെ ഭാര്യയായിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അച്ഛനെ ആകെ തകർത്ത് കളയുമെന്നും തൻ്റെ അച്ഛനെ തനിക്ക് എന്നേക്കും നഷ്ടപ്പെട്ടേക്കുമെന്ന ഭയം രാധികയുടെ ഉള്ളിലുണ്ടാവുകയാണ്. അങ്ങനെ വരുണിൻ്റെ കൂടെ തനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രാധിക അകത്തേക്ക് ഓടിപ്പോകുകയാണ് കേട്ടോ. അങ്ങനെ വരുണും നിരാശയോടെ അവിടെ നിന്നും തിരിച്ചു പോകുവാണ്. ഈ സമയം പ്രിയങ്ക മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നൊക്കെയുണ്ട്. മുത്തശ്ശി ഇല്ലായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇന്നത്തോടെ തീർന്നേനെ, എനിക്കെൻ്റെ ജീവിതം നഷ്ടമായേനെ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുവാണ് കേട്ടോ പ്രിയങ്ക. എന്നിട്ട് പറയണേ, ഇനി ഞാൻ എങ്ങനെ കണിമംഗലത്തേക്ക് തിരിച്ചു പോകും? ചേച്ചിയില്ലാതെ കണിമംഗലത്തേക്ക് വരുണിനെ ഒരിക്കലും കയറ്റില്ല. എന്താ ചെയ്യുക ഞാൻ? നീ വിഷമിക്കാതിരിക്കെ. നിന്നെ ആ വീട്ടിലെ മരുമകളാക്കി പറഞ്ഞു വിട്ടത് ഈ മുത്തശ്ശിയാണെങ്കിൽ നിന്നെ അവിടെ എങ്ങനെ നിർത്തണമെന്ന് മുത്തശ്ശിക്ക് നല്ലപോലെ അറിയാം. മോള് വിഷമിക്കണ്ട, നീ കണിമംഗലത്തേക്ക് തിരിച്ചു പോകും. രാധികയും നിൻ്റെ കൂടെ വരും. ചേച്ചി അങ്ങോട്ടേക്ക് വരുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവളെ അങ്ങോട്ടേക്ക് നിൻ്റെ കൂടെ പറഞ്ഞു വിടും. അവളവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഓരോ അവസരത്തിലും അവിടെയുള്ള എല്ലാവരും അവളെ വെറുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ നീ ചെയ്യണം. രാധികയെ ആ വീട്ടിലുള്ള എല്ലാവരും വെറുക്കണം. ഇപ്പം തന്നെ വരുണിൻ്റെ അമ്മയും പിന്നെ ഏട്ടത്തെയും ചെറിയമ്മയ്ക്ക് നിൻ്റെ ഭാഗത്തല്ലേ? അവർ നിന്നെ വരുണിനെയും ഒന്നിപ്പിക്കാനല്ലേ നോക്കുന്നത്. അതുകൊണ്ട് നിനക്ക് അവിടെ ചെന്നാൽ അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകും. മുത്തശ്ശി പറയുന്നതൊക്കെ മോൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? എനിക്കെല്ലാം മനസ്സിലാവും മുത്തശ്ശി. ഞാൻ ഇനി അവളെ വിശ്വസിക്കില്ല. എന്നോട് ചെയ്തതിനെല്ലാം അവളോട് ഞാൻ പ്രതികാരം ചെയ്യും. അവളെ ഞാൻ പൂർണ്ണമായും ഇല്ലാതാക്കും. മുത്തശ്ശി നോക്കിക്കോ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലത്തേക്ക് തിരിച്ചെത്തുന്ന വരുണിനെയാണ് കേട്ടോ. അങ്ങനെ വരുൺ അവിടെ തിരിച്ചെത്തുന്നതും കാത്ത് മുറ്റത്ത് തന്നെ നിൽക്കുമായിരിക്കും കൽപ്പനയും പ്രിയശിയുമൊക്കെ. അങ്ങനെ വരുൺ ഒറ്റയ്ക്ക് തിരിച്ചു വന്നത് കാണുമ്പോൾ കൽപ്പന ഓരോന്നൊക്കെ പറയുക. അല്ല, എന്ത് പറ്റി വരും? രാധിക എവിടെ? രാധികയും കൂട്ടിയായിരുന്നല്ലോ വരുൺ പോയത്. അന്നേരം ഉർവശിയും ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ വാതിക്കെ തന്നെ വാടി നിൽക്കുന്നത്? എന്തു പറ്റി? അന്നേരം വരുൺ പറയണേ, ആളുകൾ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്നതേ കുറുക്കന്മാരുടെ ശീലമാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എന്താണെങ്കിലും കാത്തിരുന്നോ, ചുടുതോടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ പറഞ്ഞ വരുൺ ദേഷ്യത്തിൽ അകത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധിക റൂമിൽ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ സമയം യശോദ വന്ന് രാധിക ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. മോള് വിഷമിക്കാതിരിക്കും. എന്താ ചെയ്യേണ്ടത്, ആരുടെ ഒപ്പം നിൽക്കേണ്ടതെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിലാമ്മയും. മോളുടെ അവസ്ഥ എനിക്കറിയാം. അച്ഛൻ്റെ പേര് പറഞ്ഞ് മുത്തശ്ശി മോളെ പൂട്ടിയിരിക്കുവാണ്. അമ്മയുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്നതിനും പരിധികളുണ്ട് മോളെ. അങ്ങനെ പറഞ്ഞ് രാധിക ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുക. എടി, ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാതെ വേഗം പ്രിയങ്കയുടെ കൂടെ ചെല്ല്, എന്നിട്ട് കണിമംഗലത്തേക്ക് തിരിച്ചു പോകും. അന്നേരം യശോദ പറഞ്ഞേ, അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത്? ഇനിയും എന്തിനാ രാധിക മോള് കണിമംഗലത്തേക്ക് പോകുന്നത്? എൻ്റെ മോളെ ഇനിയും അവിടെ ഇട്ട് നരകിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അന്നേരം മുത്തശ്ശി യശോദയോട് ദേഷ്യപ്പെടുക. യശോദെ, നീ എന്തറിഞ്ഞിട്ടേ പറയുന്നത്? നിൻ്റെ മോൾക്ക് കണിമംഗലത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ നാശം പിടിച്ചോളം കൂടി പോകണ്ടേ? അതുകൊണ്ടാണ് ഇവളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. യശോദെ, നീ ഒരു കാര്യം ഓർക്കണം. നീ പ്രസവിച്ച നിൻ്റെ സ്വന്തം മോളുടെ ജീവിതം നീ ആയിട്ട് തന്നെ നശിപ്പിക്കാൻ നിൽക്കരുത്. അന്നേരം യശോദ പറയുന്നുണ്ട്, അമ്മ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, രാധിക മോള് എനിക്കൊരിക്കലും അന്യാവില്ല. എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് അവളാണ്. എന്നെ ആദ്യം നെഞ്ചോട് ചേർത്തതും അവൾ തന്നെയാണ്. അതുകൊണ്ട് അവളെ തള്ളിക്കളയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിക്കും പ്രിയങ്കൊക്കെ അങ്ങ് ദേഷ്യം കയറുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പത്മിനി ടെൻഷനോട് കൂടി ഇരിക്കുന്നതാണ്. ഈ സമയം കൽപ്പനയും ഉർവശിയും കൂടി പത്മിനിയുടെ മനസ്സിലേക്കും തീകോരിയിടാൻ വരുവാണ് കേട്ടോ. ഏട്ടത്തി, ഇവിടെ എന്തോ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഊഹം ശരിയാണെങ്കിൽ വരുണിൻ്റെ രാധികയുടെ ബന്ധം പ്രിയങ്ക കൈയോടെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളും വഴക്കുകളും നടക്കുക. രാധികയും കൂട്ടി വരുൺ ഇവിടുന്ന് പോയിരുന്നു. പിന്നാലെ പ്രിയങ്കയും പോയി. ഇപ്പോൾ വരുൺ മാത്രം തനിച്ചു വന്നിരിക്കുക. ഏട്ടത്തി, എനിക്ക് തോന്നുന്നത് ഇനി രാധികയും പ്രിയങ്കയും കണിമംഗലത്തേക്ക് ഇനി തിരിച്ചു വരില്ലെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും പുറത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്നത്. ഓട്ടോറിക്ഷയിൽ നിന്ന് പ്രിയങ്കയും രാധികയും ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ രാധിക വീണ്ടും കണിമംഗലത്തേക്ക് തന്നെ എത്തുവാണ്. ഇതൊക്കെയാണ് കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.